1992 ഒക്ടോബർ 2-ാം തീയതി ഈ കൊളത്തൂർ വെച്ച് ഒരു ദക്ഷിണാമൂർത്തി സ്തോത്രം വ്യാഖ്യാനം നിശ്ചയിച്ചിരുന്നു. 92 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ഒഴിവ് ദിവസം. അത് ഓർമ്മ ശരിയാണെങ്കിൽ ജൂലൈ മാസം ഗുരുപൂർണിമ സന്ദർഭത്തിലാണ് അത് നിശ്ചയിച്ചിരുന്നത്. സന്ദർഭവശാൽ നിശ്ചയിച്ചതുപോലെ അത് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അത് കൊളത്തൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്നാണ് നിശ്ചയിച്ചത്. അപ്പോൾ അവിടെ വയ്യാത്തൊരു അവസ്ഥാവിശേഷം വന്നു. സെപ്റ്റംബർ 30-ാം തീയതി, ഇത് പറയാൻ കാരണം ഒരു പൂർവാലോചനയില്ലാത്ത ഒരു സംഭവമാണ് പറയണത്. നമ്മളിവിടുന്ന് കൊളത്തൂര് വിട്ട് തിരിച്ച് ഉത്തരകാശിയിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. അതിനു മുമ്പ് ഇവിടെ വേദാന്ത ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നു. എല്ലാ മാസവും വേദാന്ത ക്ലാസ്. അക്കാലത്ത് ഒരു 10-40-50 പേര് വരുമായിരുന്നു. അതിൽ പങ്കെടുത്ത 1-2 പേര് ഇവിടെ ഉണ്ട്. ആ കാലത്ത് പങ്കെടുക്കാറുള്ള 1-2 പേര് ഇവിടെ ഉണ്ട്. അപ്പം അതെല്ലാം നിർത്തുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ചുറ്റുപാടായി മാറി കൊളത്തൂർ. അമ്മമാരൊക്കെ കരയുക, എന്തോ ഒരു ദുഃഖം നടന്ന ഒരു സ്ഥലം പോലെ. ആ സമയത്താണ് മംഗലശ്ശേരി നാരായണസ്വാമി ഒരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആശ്രമത്തിൻ്റെതായ രീതിയിലൊരു സ്ഥലം ഈ കൊളത്തൂർ തന്നാൽ പോവാതിരുന്നൂടെ എന്ന്. ഞാൻ അന്ന് പറഞ്ഞ മറുപടി ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്ഥലവും മറ്റും ആയിരുന്നെങ്കിൽ അതൊക്കെ ആകാമായിരുന്നു. പക്ഷേ എൻ്റെ പേരിൽ സ്ഥലമൊന്നും ആവശ്യമില്ല, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാരായണസ്വാമി ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ സ്വീകരിക്കില്ലെങ്കിൽ വേണ്ടപ്പാ, നാട്ടുകാർക്ക് വേണ്ടി സ്വീകരിച്ചൂടെ? നമ്മൾ തീർച്ചയായിട്ടും ആവാം. അങ്ങനെയാണ് സെപ്റ്റംബർ 30-ാം തീയതി രാത്രി ശ്രീ വല്ലോറക്കാവ് ക്ഷേത്ര സമിതി എന്നൊരു സമിതി ഉണ്ടാക്കണം എന്ന് ആലോചിച്ചതും ഒക്ടോബർ 1-ാം തീയതി തന്നെ ഈ ഒരു സ്ഥലത്ത് ആശ്രമം ആരംഭിക്കുന്നത്. അന്ന് ഈ ഒരു സ്ഥലമാണ് ആശ്രമത്തിന്. മംഗലശ്ശേരി നാരായണസ്വാമിയാണ് അത് സമർപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലിയൊരു സങ്കല്പം, അതിലിനി എന്തൊക്കെയാണ് ഇനി വരാനുള്ളതെന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വലിയൊരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഒക്ടോബർ 2-ാം തീയതി നിശ്ചയിച്ച ദക്ഷിണാമൂർത്തി സ്തോത്ര വ്യാഖ്യാനം ഭംഗിയായിട്ട് നടന്നു. കുറച്ച് ഓലകളെ കൊണ്ടൊക്കെ ഒരു ചെറിയൊരു പന്തൽ പോലെ ഉണ്ടാക്കി. ഉച്ചയ്ക്ക് നല്ല മഴ പെയ്തു. അപ്പോൾ എല്ലാവരും കൂടി മംഗലശ്ശേരി വരാന്തയിലേക്ക് പോയി. അവിടെ ഇരുന്നിട്ടാണ് ബാക്കി വ്യാഖ്യാനം ഉണ്ടായത്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ വ്യാപിച്ച് തിരുവനന്തപുരത്ത് തപോവനാശ്രമവും കൊല്ലത്ത്
ശക്തിപാത അദ്വൈതാശ്രമവും പാലക്കാട് ശ്രീ ശങ്കര അദ്വൈതാശ്രമവും മലപ്പുറത്ത് ശ്രീ ശങ്കര സേവാശ്രമവും വയനാട്ടിൽ നരനാരായണ അദ്വൈതാശ്രമവും കണ്ണൂരിൽ നേരത്തെ സൂചിപ്പിച്ചു ലക്ഷ്മി കൃഷ്ണ അദ്വൈതാശ്രമവും കാസർഗോഡ് ശ്രീ ശങ്കരം സനാതന പഠന കേന്ദ്രവും കോഴിക്കോട് പട്ടണത്തിൽ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ശ്രീ ശാരദ അദ്വൈതാശ്രമവും കോഴിക്കോട് തന്നെ മാത്തറയിൽ ലക്ഷ്മി ശാന്തിസുധ സേവാശ്രമവും അതുപോലെ നടുവണ്ണൂർ ഭഗവാൻ നിത്യാനന്ദ സ്വാമികളുടെ ജന്മസ്ഥലത്ത് സദ്ഗുരു നിത്യാനന്ദ ആശ്രമവും ഒക്കെ ആയിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു പ്രസ്ഥാനമല്ല, കേരളത്തിൽ തന്നെ 11ഓളം കേന്ദ്രങ്ങൾ. അതുകൂടാതെ 2004 ഒരു ദിവസം സ്വാമിജിക്ക് വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ തിരിച്ചു വന്നേ ഉള്ളൂ ഗുജറാത്തിൽ നിന്ന്. ഇവിടത്തേക്ക് തിരിച്ചു വന്ന് ഇവിടെ ഒരു 108 ദിവസമാണോ എന്താണെന്ന് ഓർമ്മയില്ല, ഒരു പഠന ശിബിരം തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്താണ് വിളി വരുന്നത്, ചിദാനന്ദജി വേഗം വരണം. വേഗം വരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണ്ടേ, ഗുജറാത്തിലേക്കല്ലേ. അതൊന്നും വേണ്ട, അവിടുന്ന് വണ്ടി എടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞു. ബൈ റോഡ് വന്നോളൂ. അങ്ങനെ ഇവിടുന്ന് വണ്ടി ഓടിച്ചാണ് പോകുന്നത്. സാധാരണ അത്ര വലിയ ലോഹ്യമൊന്നും പറയില്ല. പൊതുവെ ചിരി എന്നുള്ളത് തന്നെ വളരെ കുറവാണ്. അത് അങ്ങനെ സ്നേഹത്തിലുള്ള വർത്തമാനമൊക്കെ കുറവാണ്. സ്നേഹം ഉള്ളിലേ ഉണ്ടാവുള്ളൂ, പുറത്തുണ്ടാവില്ല. പക്ഷെ അന്ന് പതിവിന് വിപരീതമായി പറഞ്ഞു, ബറോഡ് എത്തുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതമായി, എന്താണെന്നാവോ. ബറോഡ് എത്തുമ്പോൾ വിളിച്ചു. ഇനി 2 മണിക്കൂർ കൊണ്ട് എത്തും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ രജിസ്ട്രാർ ഒക്കെ ആശ്രമത്തിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് പരംപൂജ്യ മാധവാനന്ദ സ്വാമികൾ സ്ഥാപിച്ച മാധവാനന്ദ ആശ്രമം, അതിൻ്റെ ഒസ്യത്താണ് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ചിദാനന്ദപുരി സ്വാമിയുടെ പേരിലാണ്. സ്വാമിജി 2009 മഹാസമാധി ആയപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു. അത് 2021 നമ്മൾ മാറ്റി ട്രസ്റ്റിലേക്ക്. 2021 വരെ അത് വ്യക്തിപരമായ പ്രോപ്പർട്ടി ആയിരുന്നു. അതാണിവിടെ ചില രാഷ്ട്രീയക്കാർ പ്രചരിപ്പിച്ചിരുന്നു, ചിദാനന്ദപുരി സ്വാമി കേരളത്തിൽ BJPക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിന് പ്രതിഫലമായിട്ട് നരേന്ദ്രമോദി കോടിക്കണക്കിന് ഉറുപ്പിയുടെ സ്ഥലം ഗുജറാത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയക്കാർ പ്രസംഗിച്ചത് എനിക്കറിയാം. അത് മറ്റൊന്നുമല്ല, 1939 മാധവാനന്ദ സ്വാമികൾ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. 1939. 41 അവിടെ ആശ്രമം തുടങ്ങുന്നത്. 48 സ്വാമിജി മഹാസമാധിയായി. ആ സ്ഥലമാണ്. സംഗതി ശരിയാ, കോടിക്കണക്കിന് ഉറുപ്പിയുടെ പ്രോപ്പർട്ടിയാണ്. 60 സെൻറ്റേ ഉള്ളൂ. പക്ഷെ 60 സെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വില കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 6 കോടി ഉറുപ്പിക എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് സംഗതി ശരിയാ പറഞ്ഞത്. അത് BJPക്കാരും നരേന്ദ്രമോദി ഒന്നും തന്നതല്ല. സന്യാസിയായിട്ട് മേടിച്ച് സ്ഥാപിച്ച ആശ്രമമാണ്. ഏതായാലും അത് ഈ ട്രസ്റ്റിലാണ് ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്. ഇത്രയുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ടാണ് ഇപ്പം നമ്മളത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, വിദ്യാലയവും വൃദ്ധസേവാ കേന്ദ്രവും എല്ലാം പ്രവർത്തിക്കുന്നു. അപ്പം അതൊക്കെ അതിൻ്റെ ഒരു
ആരംഭം എത്ര എളിയതും ലളിതമായതുമാണെന്ന് ഓർമ്മിപ്പിക്കുക ചെയ്തത്. അക്കാലത്ത് അതിൽ സംബന്ധിച്ച പലരും ഇക്കൂട്ടത്തിലുണ്ട്. ഏതായാലും നമ്മൾ നിമിത്തമായി നിന്നു കൊടുക്കുക. ബാക്കിയെല്ലാം എന്ത് മഹത്തായ ഇച്ഛ ഇതിൻ്റെ പിന്നിലുണ്ടോ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക, അത്രയേ പറയാനുള്ളൂ. ഏതായാലും സന്തോഷം. ഈ ഒരു സ്ഥലത്തെ പറ്റി പറയുമ്പോൾ ഒന്നും കൂടി പറയണം, അതെല്ലാവർക്കും അറിയില്ല. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സ്ഥലം വിൽക്കേണ്ട ആവശ്യം വന്നു. അപ്പം നമ്മൾ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഇവിടുത്തെ ട്രസ്റ്റിലേക്കും വേറെ നമ്മുടെ ആശ്രമ ബന്ധുക്കളായിട്ടുള്ള ഒരു 4 പേരുടെ പേരിലുമായിട്ട് മേടിച്ചു. അവിടെ അതിനോട് ചേർന്നാണ് ഇപ്പം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം ഇനി വരേണ്ടത്, ആ 4 പേർക്ക് നമ്മളിപ്പം മേടിച്ചതിൽ നിന്ന് അതിന് തുല്യമായത് കൊടുത്തിട്ട് പകരം അവർ ഇത് ഇങ്ങോട്ട് തരണം. എന്നാൽ ഒറ്റ പ്ലോട്ടാവും, അല്ലെങ്കിൽ ഒരു പ്ലോട്ടാവില്ല. ആ ഒരു രജിസ്ട്രേഷൻ ബാക്കിയുണ്ട്. അത് ഈ മാസം തന്നെ ചെയ്യാൻ സാധിക്കും. അതുകൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. അതിൽ ഒരു 2 വീടുകൾ ഉണ്ടാക്കേണ്ട ആലോചന കുറച്ചായിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടേ ഇല്ല. എന്താ നടക്കാഞ്ഞെന്ന് ഞങ്ങളിങ്ങനെ അത്ഭുതമായിരുന്നു. ഇതിനു വേണ്ടിയാണ് നടക്കാതിരുന്നത്. ഇതൊരു പ്ലോട്ടായിട്ട് ആശ്രമത്തിന് തിരിച്ചിട്ട് വേണം അത് പണി നടക്കാൻ. അതുകൊണ്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കാതിരുന്നത്. ഇനിയിപ്പോൾ നടക്കും. ശരി, സന്തോഷം.